guys, welcome to Future Powered by Gokulam. So, നമ്മൾ ഇന്ന് ലൈഫ് പ്രോസസ് എന്ന ക്ലാസ് 10ലെ ചാപ്റ്ററിലെ ഒരു മേജർ പോർഷൻ ആയിട്ടുള്ള നമ്മുടെ ലീഫ് ക്രോസ് സെക്ഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലീഫ് ക്രോസ് സെക്ഷൻ നമുക്ക് മോസ്റ്റ് ഓഫ് ദ എക്സാംസിനും നമുക്ക് ഇങ്ങനെ ഡയഗ്രാം ഒക്കെ തന്നിട്ട് അതിന്റെ പാർട്സ് ലേബൽ ചെയ്യാനൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലീഫിന്റെ ക്രോസ് സെക്ഷൻ എന്താണെന്ന് കൃത്യമായി പഠിക്കണം അല്ലേ. സോ നമുക്ക് ലീഫ് ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് ഇമേജ് നിങ്ങൾക്ക് വരച്ചു തരാം. ഓക്കെ, സോ എന്റെ ഡ്രോയിങ്സ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്കുമുള്ള ആ ഡ്രോയിങ് കാണുക കേട്ടോ. സോ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഡ്രോയിങ് വരച്ചുതരാം. ക്രോസ് സെക്ഷൻ ഓഫ് ലീഫ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ക്രോസ് സെക്ഷൻ ഓഫ് ലീഫ് വരക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വരക്കേണ്ടത് എന്താണ്? നമ്മൾ ഔട്ടർ ആയിട്ടുള്ള എപ്പിഡേർമിസ് വരക്കേണ്ടത്. ഓക്കെ, സോ ഔട്ടർ എപ്പിഡേർമിസ് വരക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് വരക്കണം? ഒരു ക്യൂട്ടിക്കിൾ വരക്കണം. ഓക്കെ, സോ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ക്യൂട്ടിക്കിൾ. ഇവനെ നമുക്ക് വാക്സി ക്യൂട്ടിക്കിൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ദ ഫസ്റ്റ് ലെയർ ദാറ്റ് യു ഷുഡ് ഡ്രോ ഇസ് ക്യൂട്ടിക്കിൾ ആണ്. ഓക്കെ, ഇനി ക്യൂട്ടിക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ നിങ്ങൾ എന്ത് വരക്കുക? ഇതാ നമ്മളുടെ അപ്പർ എപ്പിഡേർമിസ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആരെ കാണാം? അപ്പർ എപ്പിഡേർമിസുകളെ കാണാം. ഓക്കെ അല്ലേ? ഇതാ ഇങ്ങനെ നമുക്ക് അപ്പർ എപ്പിഡേർമിസ് സെൽസുകളെ കാണാം. ഓക്കെ, ജസ്റ്റ് ഒരു റഫ് ഇമേജ് ആണ്, നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പർ എപ്പിഡേർമിസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പർ എപ്പിഡേർമിസ് ക്ലിയർ അല്ലേ? സോ അപ്പർ എപ്പിഡേർമിസ് നമുക്ക് കാണാം. ഓക്കെ, ഈ അപ്പർ എപ്പിഡേർമിസിന്റെ തൊട്ട് താഴെ നമുക്ക് കുറച്ച് ലോങ് ആയിട്ടുള്ള സെൽസുകൾ കാണാം. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ്, എന്താണ് വിളിക്കുക? ഇങ്ങനെ നമുക്ക് ലോങ് ആയിട്ടുള്ള കുറച്ച് സെല്ലുകളെ കാണാൻ വേണ്ടി പറ്റും. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാലിസൈഡ് മീസോഫിൽ സെൽസ് എന്നാ വിളിക്കുക. ഓക്കെ, ഇങ്ങനെ ലോങ് ആയിട്ടുള്ള സെൽസുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവരെ നമ്മൾ എന്ത് വിളിക്കും? പാലിസൈഡ് മീസോഫിൽ സെൽസ് എന്ന് വിളിക്കും. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാലിസൈഡ് മീസോഫിൽ സെൽസ്. ഓക്കെ, പാലിസൈഡ് മീസോഫിൽ സെൽസുകളെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇതിന്റെ തൊട്ട് താഴെ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് സെല്ലുകളെ കാണാൻ വേണ്ടി പറ്റും. അവരെ നമ്മൾ എന്ത് പറയാ? റൗണ്ട് ഷേപ്പിലായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇവരെ നമ്മൾ എന്ത് വിളിക്കും അറിയോ? ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചി മീസോഫിൽ സെൽസ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചി മീസോഫിൽ സെൽസ്. ഓക്കെ, സ്പോഞ്ചി മീസോഫിൽ സെൽസ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, സ്പോഞ്ചി മീസോഫിൽ സെൽസ് എന്നാണ് വിളിക്കുക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇവിടെ തന്നെ നമുക്ക് വേറൊരു സ്ട്രക്ചറും കൂടി ഉണ്ട്. അവരെ നമ്മൾ എന്ത് പറയും? ബണ്ടിൽ ഷീറ്റിന്റെ ഉള്ളിൽ നമുക്ക് വാസ്കുലാർ ബണ്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ വാസ്കുലാർ ബണ്ടിൽ. ഓക്കെ, വാസ്കുലാർ ബണ്ടിലിന്റെ ഉള്ളിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? സൈലം ആൻഡ് ഫ്ലോയം കാണാൻ വേണ്ടി പറ്റും. മുകളിൽ നമുക്ക് ആരെ കാണാം? വി ക്യാൻ സീ സൈലം ആൻഡ് താഴെ നമുക്ക് ഫ്ലോയം കാണാൻ വേണ്ടി പറ്റും. ആ സെൽസ് ഞാൻ ഡീപ്പർ ആയിട്ട് വരക്കുന്നില്ല, നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനാണ് ഞാൻ ഈ പിക്ചർ വരയ്ക്കുന്നത് കേട്ടോ. സോ വാസ്കുലാർ ബണ്ടിൽ ആയിട്ടുള്ള സൈലം ആൻഡ് ഫ്ലോയം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സൈലം ഇസ് ദെയർഫോർ എന്താണ്? വാട്ടർ ട്രാൻസ്പോർട്ട് ആണ്. ഫ്ലോയം ഇസ് ദെയർഫോർ ഫുഡ് ട്രാൻസ്പോർട്ടിനാണ്. ഓക്കെ, സോ ഒരു ലീഫിന്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ വാസ്കുലാർ ബണ്ടിൽ ആയിട്ടുള്ള സൈലം ആൻഡ് ഫ്ലോയം നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ തൊട്ട് താഴെ നമുക്ക് ആരെ കാണാം? ലോവർ എപ്പിഡേർമിസ് കാണാം കേട്ടോ. സോ നിങ്ങൾക്ക് ഇതിന്റെ തൊട്ട് താഴെ കാണാൻ പറ്റുന്ന അടുത്ത സ്ട്രക്ചർ ആണ് എന്ത്? നമ്മുടെ ലോവർ എപ്പിഡേർമിസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലോവർ എപ്പിഡേർമിസ്. ഓക്കെ, ഇത് നമ്മുടെ ലോവർ എപ്പിഡേർമിസ് ആണ്. ഈ ലോവർ എപ്പിഡേർമിസിന്റെ ഈ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ഒരാളെയും കൂടെ കാണാം. ഇതാ നമ്മുടെ ആരാണ്? ഇങ്ങനെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ വരക്കുന്നത് ആരെയാണ്? നമ്മളുടെ എന്താണ്? സ്റ്റൊമേറ്റയാണ്. ഓക്കെ, സ്റ്റൊമേറ്റൽ പോൾസ് നമുക്ക് കാണാം. സ്റ്റൊമേറ്റൽ ഗാർഡ് സെൽസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. സോ ഇതേപോലെ തന്നെ ഇതാ ഇതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്തില്ലായിരുന്നു? ഇതാരായിരുന്നു? ഇത് നമ്മുടെ ലോവർ എപ്പിഡേർമിസ് ആണ്. ലോവർ എപ്പിഡേർമിസ്. ഓക്കെ, ലോവർ എപ്പിഡേർമിസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് സ്പേസസ് കാണാം. ഇവരെ നമ്മൾ വിളിക്കുന്ന ഈ സ്പേസസിനെ വിളിക്കുന്ന പേരാണ് എയർ സ്പേസസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, എയർ സ്പേസസ് നമുക്ക് അതിന്റെ ഇടയിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് നമ്മൾ ഒരു ലെയർ ഓഫ് ഒരു ക്രോസ് സെക്ഷൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ. ഔട്ട്സൈഡ് നമുക്ക് ഒരു വാക്സി ക്യൂട്ടിക്കിൾ ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ നമുക്ക് ഒരു അപ്പർ എപ്പിഡേർമിസ് ഉണ്ട്. ഒരു ക്യൂട്ടിക്കിൾ കാണാം. ഇതിന്റെ താഴെ ഒരു അപ്പർ എപ്പിഡേർമിസ് കാണാം. പിന്നെ നമുക്കൊരു പാലിസൈഡ് മീസോഫിൽ സെൽസുകൾ കാണാം. പിന്നെ ഒരു സ്പോഞ്ചി മീസോഫിൽ സെല്ലുകളെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്കൊരു വാസ്കുലാർ ബണ്ടിൽ ആയിട്ടുള്ള സൈലം ആൻഡ് ഫ്ലോയം കാണാം. പിന്നെ നമുക്കൊരു ലോവർ എപ്പിഡേർമിസ് വിത്ത് സ്റ്റൊമേറ്റ നമുക്ക് കാണാം. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇതിൽ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് ഭാഗത്താണ് എന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ അല്ലേ? സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് ഏത് റീജിയൻസിലാണെന്ന് അറിയോ? ആർക്കെങ്കിലും അറിയോ?
ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്ലോറോപ്ലാസ്റ്റുകൾ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പാലിസൈഡ് മീസോഫിൽ സെൽസിലും സ്പോഞ്ചി മീസോഫിൽ സെൽസിലും നമുക്ക് ആരെ കാണാം? ഇതാ ഞാൻ ഇങ്ങനെ പച്ച കളറിൽ നോട്ട് ചെയ്യുന്നത് ആരെയാ? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റുകളെയാണ്. ഓക്കെ, സോ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സിനെ നമുക്ക് കൂടുതലായിട്ടും വിസിബിൾ ആയിട്ട് കാണുന്നത് എവിടെയാണ്? നമ്മളുടെ ഈ സ്പോഞ്ചി മീസോഫിൽ സെൽസിലും നമ്മുടെ പാലിസൈഡ് മീസോഫിൽ സെൽസിലും നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. സോ ദ മാക്സിമം ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി ഒക്കേഴ്സ് വേർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് എവിടെയാ? പാലിസൈഡ് മീസോഫിൽ സെല്ലും സ്പോഞ്ചി മീസോഫിൽ സെൽസും നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അവിടെ നമുക്ക് എന്ത് കാണാം? ക്ലോറോപ്ലാസ്റ്റുകളെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഈ ഒരു ക്രോസ് സെക്ഷൻ പഠിക്കുമ്പോൾ ഓർത്ത് വെക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചേഴ്സിലേക്കൊക്കെ പോവേണ്ടത്. ക്ലിയർ അല്ലേ? സോ ഈ ഒരു ലീഫ് ക്രോസ് സെക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. സോ ഞാനൊന്ന് ജസ്റ്റ് ഇതിപ്പോ ഞാൻ വരച്ചതാണല്ലോ നിങ്ങൾ കണ്ടത്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു വേറൊരു രീതിയിൽ നല്ലൊരു പക്ക ഇമേജ് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഈ സ്ട്രക്ചർ അപ്പൊ മിസ് വരച്ച പോലെ ഒരു വാക്സി ക്യൂട്ടിക്കിൾ കാണാം അല്ലെ? ഔട്ടർ മോസ്റ്റ് ആയിട്ട് അപ്പർ എപ്പിഡേമിസിന്റെ മുകളിൽ ഒരു വാക്സി ക്യൂട്ടിക്കിൾ കാണാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ എപ്പിഡേമിസ്, അപ്പർ എപ്പിഡേമിസ് കാണാം. ഇവിടെ നമുക്ക് അപ്പർ എപ്പിഡേമിസ് ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് മിസ് നേരത്തെ പറഞ്ഞ പോലെ ലോങ് ആയിട്ട് കുറച്ച് സെല്ലുകളെ കാണാം അല്ലെ? ലോങ് ആയിട്ടുള്ള സെല്ലുകളെ കാണാം. ഇവരെ നമ്മൾ എന്ത് വിളിച്ചു? പാലിസൈഡ് മീസോഫിൽ സെൽസ് എന്ന് വിളിച്ചു. കണ്ടോ? അതിന്റെ ഉള്ളിൽ കുറെ ക്ലോറോപ്ലാസ്റ്റ് മോളിക്യൂൾസിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ? പിന്നെ നമുക്ക് സ്പോഞ്ചി മീസോഫിൽ സെൽസുകളെ കാണാൻ പറ്റും റൗണ്ട് ഷേപ്പിൽ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ? സ്പോഞ്ചി മീസോഫിൽ സെൽസുകളെ കാണാം. ഓക്കെ അല്ലെ? ഈ സ്പോഞ്ചി മീസോഫിൽ സെൽസിന്റെ ഉള്ളിലും നിങ്ങൾക്ക് ആരെ കാണാം? ക്ലോറോപ്ലാസ്റ്റുകളെ കാണാം. ഓക്കെ അല്ലേ? സോ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. സ്പോഞ്ചി ആൻഡ് പാലിസൈഡ് മീസോഫിൽ സെൽസിലാണ് നമുക്ക് കൂടുതൽ ക്ലോറോപ്ലാസ്റ്റ് മോളിക്യൂൾസിനെ കാണാൻ വേണ്ടി, ക്ലോറോപ്ലാസ്റ്റ് ആയിട്ടുള്ള ഓർഗനെല്ലിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ അല്ലേ? പിന്നെ നമുക്കൊരു വാസ്കുലർ ബണ്ടിൽ വിത്ത് സൈലം ആൻഡ് ഫ്ലോയം നമുക്ക് കാണാം. സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. സൈലം ആൻഡ് ഫ്ലോയം. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ഇതേപോലെ എയർ സ്പേസസ് കാണാം. ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? എയർ സ്പേസസ് നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും, സ്പോഞ്ചി മീസോഫിലിന്റെ ഇടയിലൊക്കെ ആയിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് ലോവർ എപ്പിഡേമിസ് കാണാം വിത്ത് ഗാർഡ് സെൽസ് കാണാം. ഓക്കെ, ഈ ഗാർഡ് സെൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സ്റ്റൊമാറ്റൽ പോൾസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് നമുക്ക് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്. ഇതിന്റെ ഫംഗ്ഷൻസും കൂടെ നോക്കിയാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടെ നോക്കിയാൽ വളരെ നല്ലതാണ്. ഓക്കെ, സോ മിസ് ഒന്ന് പാർട്സിന്റെ ഫംഗ്ഷൻ കൂടെ കാണിക്കാം. ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള വാക്സി ക്യൂട്ടിക്കിൾ, അതിന്റെ ഫംഗ്ഷൻ എന്താ? ടു പ്രിവെന്റ് വാട്ടർ ലോസ്. പെട്ടെന്ന് ഉണ്ടാവുന്ന വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പർ ലീഫിന്റെ മേളിലാണ് നമുക്ക് അത് കാണാൻ പറ്റുന്നത്. അപ്പർ എപ്പിഡേമിസിന്റെ മേളിൽ ഒരു വാക്സി ക്യൂട്ടിക്കിൾ കാണാം. ഓക്കെ, സോ നമ്മൾ എപ്പോഴും പറയാം സ്റ്റൊമാറ്റോ കൂടുതലും ഒരു ലീഫിന്റെ ബേസിലാണ് കാണാന്നാ നമ്മൾ പറയാം. ഓക്കെ, ബേസിലാവുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ആ വാട്ടർ ലോസ് നമുക്ക് അവിടെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സൂര്യൻ നേരെ അടിക്കുന്നത് ലീഫിന്റെ മേളിലല്ലേ? ബേസ് മീനിങ് നേരെയുള്ള ആ ഭാഗത്തേക്കല്ലേ അടിക്കുക, താഴ്ഭാഗത്തേക്കല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് അപ്പർ എപ്പിഡേമിസ് ഉണ്ട്, വിച്ച് ഇസ് ആക്ടിങ് ആസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ. ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് അപ്പർ എപ്പിഡേമിസിന്റെ ഫംഗ്ഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു പാലിസൈഡ് മീസോഫിൽ സെൽസ് ഉണ്ട്, അതേപോലെ തന്നെ സ്പോഞ്ചി മീസോഫിൽ സെൽസ് ഉണ്ട്. അപ്പൊ മീസോഫിൽ സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? ദേ കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റുകളാണ് അതിന്റെ ഉള്ളിലുള്ളത്. ഓക്കെ അല്ലേ? സോ അവിടെയാണ് മാക്സിമം ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉള്ളത്. പിന്നെ വാസ്കുലാർ ബണ്ടിലിനെ നമ്മൾ കണ്ടു. ഇതാണ് നമ്മുടെ വാസ്കുലാർ ബണ്ടിൽ വിത്ത് സൈലം ആൻഡ് ഫ്ലോയം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? സൈലം എന്ന് പറയുന്നത് എന്താ? ക്യാരി വാട്ടർ ആൻഡ് ഫ്ലോയം ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ പ്രിപ്പയർസ് ഫുഡ്, മീനിങ് ട്രാൻസ്പോർട്ട്സ് ഫുഡ് ആണ്. ഓക്കെ, ഇനി എയർ സ്പേസസ് കാണാം. അത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനാണ് പോസിബിൾ ആക്കുന്നത്. ആൻഡ് ഗാർഡ് സെൽസ് നോക്കുമ്പോൾ അവർ എന്ത് ചെയ്യും? സ്റ്റൊമാറ്റോന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കൺട്രോൾ ചെയ്യുന്നവരാണ്. ഓക്കെ, സോ വാട്ടറിന്റെ ബേസിസിൽ, ടെർജിഡിറ്റിന്റെ ഒക്കെ ബേസിസിലാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വാട്ടറിന്റെ ആ ഒരു കൺട്രോൾ അവിടെ നടത്തുന്നത്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമേറ്റ നടത്തുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് ആരെ കാണാം? ലോവർ എപ്പിഡേമിസ് കാണാം, വിച്ച് ഇസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? സോ ആ ക്രോസ് സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. സോ ഇത്രയും ക്രോസ് സെക്ഷൻസ് അല്ലെങ്കിൽ ഈ ക്രോസ് സെക്ഷനെ പറ്റിയിട്ട് ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സോ ഇതുപോലത്തെ വീഡിയോസിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ ഫോളോ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു.